എൻ്റെ ഒരു വൈകുന്നേരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ചായ ഇട്ടു, നമ്മൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും പിള്ളേരും കൂടെ അവരവിടെ കളിക്കാനിറങ്ങും, ഞാനവിടെ നിന്ന് തൂക്കും. പിന്നെ ഞാനും പിള്ളേരും നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് കളിക്കും കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെയാണ്. ചായയും കുടിച്ചിട്ട് ഞാൻ മക്കളെയും കൊണ്ട് പുറത്തിറങ്ങും. എന്നിട്ട് നമ്മളവിടെ നിന്ന് കളിക്കും, ഞാൻ തൂക്കും, അവർ കളിക്കും, ഞാനും കൂടെ കളിക്കും. അങ്ങനെയൊക്കെ കുറേ സമയം, ഒരു 6, 6:30, 6:45 ഏകദേശം നല്ല കിട്ടുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങും കേട്ടോ. ഇതിനിടയിൽ ഞാൻ അരയ്ക്കാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി ഇടയ്ക്കിടയ്ക്ക് വാരി വെക്കും, അടുപ്പിച്ചെപ്പിടും, അങ്ങനെ അങ്ങനെ. അപ്പോൾ അരി അരച്ച് കഴിയും, എന്നിട്ട് അതിൻ്റെ പണിയും കഴിയും. അവരിങ്ങനെ ടി വി കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കില്ലല്ലോ, ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമല്ലോ നമുക്ക് കുറച്ച് സമയം. അതുകൊണ്ടാണ് ഞാനും കൂടെ അങ്ങ് പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ വെറുതെ ടി വി കണ്ടുകൊണ്ടിരിക്കില്ലേ. ഇതേ കേട്ടോ, അമ്മയെ ഞാൻ തൂക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവട്ടം വന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിൽ കരഞ്ഞ് വിളിച്ച് ആ ചൂലൊക്കെ വാങ്ങിച്ച് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ലേ തൂക്കാനായിട്ട്. തൂക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ എത്ര ചവറ് മാറ്റിയാൽ അങ്ങ് തൂക്കാൻ പറ്റുമെന്നൊക്കെ വിചാരം കേട്ടോ. അപ്പോൾ കുറച്ച് ചവറൊക്കെ വാരി മാറ്റുന്നുണ്ടേ. രണ്ട് ദിവസം തൂത്തില്ലെങ്കിൽ ഇതാണ് കേട്ടോ അവസ്ഥ. 2 ദിവസം കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ മഴയാണ് കേട്ടോ, അതുകൊണ്ട് തൂക്കലില്ല. അപ്പം മാവും പ്ലാവും കൂടെ നിൽക്കുന്നത് നല്ല ചവറ് വീഴും കേട്ടോ. നല്ല ചവറ് വീണ് അതെല്ലാം അങ്ങ് പിടിച്ച ഒരു സ്റ്റേജായി. പിന്നെ അതുപോലെ അതിന് നല്ല പൊടിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തൂക്കാൻ നല്ല പാടായിരുന്നു. ഇവിടെ കണ്ടില്ല, ഞാൻ എന്ത് ചെയ്താലും ദൈവത്തെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ. ഇതിനേക്കാളും കുഞ്ഞായിരുന്നപ്പോഴും അതെങ്ങനെയാണ്, ഇവിടെ ഇപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെയും കളിച്ച് തൂത്തോണ്ട് നിന്നപ്പോഴത്തേനുണ്ട് കാലിലെന്തോ കുത്തിയിട്ട്, അയ്യോ അമ്മേൻ്റെ കാലിലെന്തോ കുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നേട്ടാ. പിന്നെ ഞാൻ കാലൊക്കെ പോയൊന്ന് തുടച്ചൊക്കെ കൊടുത്ത് പിന്നെ ആൾ ഓക്കെ ആയി. പിന്നെയും ചൂട് കൊടുത്തുകൊണ്ട് എൻ്റെ പുറകെ നിന്ന് വന്നേട്ടാ തൂക്കാനായിട്ട്. പിന്നെ അങ്ങ് വിട്ട് ആളങ്ങ് പോയേ, കളിക്കാനായിട്ട് പോയി. പിന്നെ അങ്ങ് സൈക്കിളെടുത്തു, ചേച്ചിയുടെ കളിക്കാൻ ചേച്ചിയുടെ പുറകെ പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് തൂത്ത് മാറ്റി. ഇനി ഞാൻ അവിടെ ഇട്ടുന്ന എനിക്ക് പണി കിട്ടും. വരുന്നുണ്ട് ആ കാക്കുന്ന ചേട്ടനോ ചൂട് കൊടുത്തോണ്ട് അവരെയാണ്. നമ്മൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ചേട്ടൻ വരുന്നത്. ഇന്നായപ്പോൾ നേരത്തെ വന്നിട്ടായിരുന്നു, കല്യാണത്തിന് എന്തോ പോകണമായിരുന്നു, അതുകൊണ്ട് നേരത്തെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒരു ലോഡ് മാങ്ങ കൊണ്ടുവന്ന് ഗ്യാസ്. വരിക്ക മാങ്ങ ഉണ്ടല്ലോ, നമ്മുടെ വരിക്ക മാങ്ങ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും മാങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം പഴുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങയാണ്. പച്ചയായിട്ട് എവിടുന്നോ പറിച്ചെടുത്തുണ്ടോ വാങ്ങിച്ചിട്ട് വന്നതാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കവർ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊപ്പം മുട്ടയും കൊണ്ടുവന്നു. മുട്ടയും വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അത് മുട്ടയും ബാഗ് ഇവിടെ വന്നപ്പോൾ തന്നെ ബാഗ് അങ്ങ് താഴെ വീണ് കേസ്. വണ്ടിയിൽ നിന്ന് ബാഗ് ഫ്രണ്ടിലാണ് വെച്ച് കൊണ്ടുവന്നത്, പക്ഷെ അത് കാല് താഴെ ആക്കിയപ്പോഴത്തെ ഈ സമയം കൊണ്ട് ഈ ബാഗ് അങ്ങ് താഴെ വീണ്. അപ്പോൾ മാങ്ങയും കൂടെ ഇരുന്നതുകൊണ്ട് മുട്ട കംപ്ലീറ്റ് പൊട്ടി കേട്ടോ. എല്ലാ മുട്ടയും പൊട്ടി, 12 മുട്ട ഉണ്ടായിരുന്ന അത്രയും പൊട്ടി. അപ്പം ഞാൻ പുട്ടും എന്താ പറയുക പയറും പപ്പടമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം പക്ഷേ ഞാനിത് ഉണ്ടാക്കിയത് വേസ്റ്റായിപ്പോയി. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇത് ഉണ്ടാക്കിയെങ്കിലും ചേട്ടൻ കല്യാണത്തിന് കൂട്ടുന്ന ചേട്ടൻ കഴിച്ചില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ പണിയല്ല കേട്ടോ. ഞാൻ അരി അരയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടാണ് കേട്ടോ പുറത്ത് നിന്ന് കളിക്കുകയും പിള്ളേരോടെ കളിക്കുകയും തൂക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അകത്ത് കയറിയ സമയം കൊണ്ട് അരി കംപ്ലീറ്റ് അരച്ച് വാരി അതെല്ലാം ഒഴിച്ച് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്തിറക്കി. എന്നിട്ട് പുട്ടും പയറും പപ്പടവും റെഡിയാക്കി. ചേട്ടൻ വന്നപ്പോഴത്തേനും എനിക്ക് എല്ലാം ആയിട്ടോ. അപ്പം മുട്ട ഇതെല്ലാം പൊട്ടിയതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് എന്ത് ചെയ്തെന്നറിയാമോ, ഒരുമിച്ച് അങ്ങ് ഒഴിച്ചങ്ങ് ഓംലേറ്റ് ആക്കിയിട്ടാ. പക്ഷേ എന്ത് ചെയ്യാനായിട്ട് കുറച്ച് കഴിച്ചുള്ളൂ, എല്ലാവരും കഴിച്ചൊന്നുമില്ല. ബാക്കി പിന്നെ നമുക്ക് റോക്കി ഉള്ളതുകൊണ്ട് പിന്നെ കളയേണ്ടി വന്നിട്ട് നമ്മൾ പിന്നെ റോക്കിക്കും കൂടെ അങ്ങ് കൊടുത്തേ. അങ്ങനെ രാത്രി എനിക്ക് വൈകുന്നേരം, എൻ്റെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം ഒരു 4, 4:30 ആകുമ്പോഴത്തേനും ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് 5 മണിക്കാകും പിള്ളേരുമായിട്ട് പുറത്തിറങ്ങും. വെയിൽ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മൾ പുറത്ത് നിന്ന് കളിക്കും. ഒരു 7, 7:30 വരെയൊക്കെ, അതായത് നല്ലോണം ഇരുട്ടുന്ന വരെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കളിക്കും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പാത്രം ഉണ്ടായിരുന്ന അരി അരച്ചത് എല്ലാം കൊണ്ട് ദേവിട്ട് അപ്പോഴത്തേനും നല്ല പിണക്കമായിട്ട് വന്നു കേട്ടോ. എന്നാലും ഞാൻ പെട്ടെന്ന് അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ഇനി ഇരുന്ന് മാവ് അരച്ചതല്ലേ, അപ്പോൾ ഇത് ഇരുന്നാൽ ഇനി ഉണങ്ങിയാൽ പിന്നെ കഴുകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതാ കണ്ടില്ല, ഞാൻ പപ്പടം കാച്ചി എടുത്തു. ഇനി മുട്ട ഇതെല്ലാം കൂടെ തട്ടിപ്പൊട്ടിച്ചിട്ട് ഞാൻ
എന്താ പറയുക, ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാവച്ചിക്ക് ബുൾസ് വേണമെന്ന് വാവച്ചിക്ക് ബുൾസ് ചെയ്യും, ബാക്കി നമുക്ക് ഓംലേറ്റുമാണ് ഉണ്ടാക്കുന്നത്. 2-3 മുട്ടയൊക്കെ കംപ്ലീറ്റ് പോയി കേട്ടോ, അതിന് തോട് മാത്രം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരുവിധം പൊട്ടിയൊക്കെ ഇരുന്നത് മൊത്തം ഒരു 3 മുട്ട എന്തോ പൊട്ടാതെ ഒരുമാതിരി സ്ക്രാച്ച് വീണ് കിട്ടി, ബാക്കി എല്ലാം പൊട്ടി പോളിസായിപ്പോയി. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് കണ്ടില്ല ഒരു വലിയ ഓംലേറ്റ് ആക്കിയിട്ട് കുറച്ച് ഒരു പൊടിക്കുള്ളിയിട്ട് അപ്പോഴത്തേനും ഇതാ കണ്ടില്ലേ, എനിക്ക് 8ൻ്റെ പണി കിട്ടിയ സംഭവമാണ് കേട്ടോ. വന്നപ്പോഴത്തേനോട് ബറോട്ടയും ബീഫും വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ബറോട്ടയും ബീഫും കണ്ടാൽ നമ്മൾ വിടുവോ? കാപ്പിയെല്ലാം അവിടെ ഇരുന്നു, കാപ്പിൻ്റെ പുട്ടും കടലക്കറിയൊക്കെ അവിടെ ഇരുന്നു, പുട്ടും കിഴങ്ങേറിയല്ല, പുട്ടും പയറും പപ്പടമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് തന്നെ വിഷമമായിപ്പോൾ. ഞാനതുകൊണ്ട് ഒരു പൊറോട്ട എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് പുട്ടും പയറും പപ്പടവും എടുത്ത് ഞാൻ കഴിച്ചേട്ടാ. എന്നിട്ട് ഞാൻ പോയി ദേഹം കഴുകി വന്നേ. അപ്പം നല്ല പഴുത്തൊരു മുന്തിരിങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് പിന്നെ കളയാനൊക്കെ അതും കൂടെ ഞാൻ കുത്തി കയറ്റിയ രാത്രി.